വെൽക്കം ടു എച്ച് മന്ത്ര. ഞാൻ വിപിൻ മാബറ്റ. നമ്മൾ 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ അല്ലേ, 5ാമത്തെ ചാപ്റ്ററിൽ കിഡ്നിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നെഫ്രോണുകളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഈ ക്ലാസ് കാണുന്നതിന് മുമ്പ് ആ ക്ലാസ് നല്ല രീതിയിൽ കണ്ടിട്ട് വേണം നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് വരാൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ആ ക്ലാസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഇനി അഥവാ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ഓഫാക്കുക, നേരെ പോയിട്ട് ഇതിന് മുന്നത്തെ 3rd പീരീഡ് നല്ലതുപോലെ കാണുക. എന്നിട്ട് മാത്രം എന്ത് ചെയ്യുക, ഈ ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഡയറക്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്ന കാര്യം യൂറിൻ ഫോർമേഷനെ കുറിച്ചാണ്. അപ്പം നമ്മുടെ നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് യൂറിൻ ഫോം ചെയ്യുന്നത് എന്നാണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. അത് നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞ ക്ലാസ്സിൽ അതേ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തത്. അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ് ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നുകൂടെ പറയാണ്, അഥവാ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണുക, എന്നിട്ട് ഈ ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ബോഡിയിൽ യൂറിൻ ഉണ്ടാവുക, യൂറിൻ്റെ ഫോർമേഷൻ നടക്കുക 3 സ്റ്റേജുകളായിട്ടാണ്. ഓക്കെ, അപ്പോൾ ഹ്യൂമൻ ബോഡിയിലെ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുക 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ബോഡിയിലെ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേജിനെ വിളിക്കുന്നവരാണ് അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, അൾട്രാ ഫിൽട്രേഷൻ. ഓക്കെ, സെക്കൻഡ് സ്റ്റേജ് ആണ് റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അത് ഫൈനൽ സ്റ്റേജ്, ലാസ്റ്റ് സ്റ്റേജിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ടാണ് ഇത് നടക്കുക, നമ്മുടെ ബോഡിയിൽ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവാം. ഓക്കെ, സോ ഹ്യൂമൻ ബോഡിയിലെ യൂറിൻ ഫോർമേഷൻ കംപ്ലീറ്റ് ആവുക 3 സ്റ്റേജുകളിലായിട്ടാണ്. അൾട്രാ ഫിൽട്രേഷൻ, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, ആൻഡ് ലാസ്റ്റ് വൺ അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ഇങ്ങനെ 3 സ്റ്റെപ്പുകളായി 3 ഘട്ടങ്ങളിലായിട്ടാണ് ഹ്യൂമൻ ബോഡിയിൽ യൂറിൻ ഫോം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ഘട്ടമായിട്ട് പഠിക്കാം. ഫസ്റ്റ് വണ്ണാണ് അൾട്രാ ഫിൽട്രേഷൻ. അൾട്രാ ഫിൽട്രേഷൻ എന്ന സ്റ്റേജിൽ എന്ത് സംഭവിക്കുന്നു എന്നാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന സ്റ്റേജ് നടക്കുക ഇവിടെ വെച്ചിട്ടാണ്, ബൊമാൻസ് ക്യാപ്സ്യൂളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഒന്നുമില്ല, അവിടെ ഇത്ര നടക്കുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, അപ്പറന്റ് വെസലിന്റെ ബ്രാഞ്ചസ് ആണ് ഗ്ലോമറുലസ് ആയിട്ട് മാറാം. ആ ഗ്ലോമറുലസിന് മുകളിൽ ധാരാളം മൈന്യൂട്ട് പോർസ് ഉണ്ടാവും, ധാരാളം കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഉണ്ടാവും. ബ്ലഡിന്റെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുക ഈ മൈന്യൂട്ട് പോറുകളിലൂടെയാണ്. ഗ്ലോമറുലസിലെ മൈന്യൂട്ട് പോറുകളിലൂടെ, ആ കുഞ്ഞു കുഞ്ഞു ഹോളുകളിലൂടെയാണ് എന്ത് നടക്കുക, അവിടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മുടെ ബോഡിക്ക് അൺവാണ്ടഡ് ആയില്ല വേസ്റ്റ് മെറ്റീരിയൽസ് കംപ്ലീറ്റ് റീനൽ ആർട്ടറിയിൽ നിന്നും അഫറന്റ് വെസലിലൂടെ എവിടേക്ക് എത്തും, ഗ്ലോമറുലസിലേക്ക് എത്തും. ബോഡിക്ക് ആവശ്യമില്ലാത്ത എല്ലാ സബ്സ്റ്റൻസും എന്ത് ചെയ്യും, അഫറന്റ് വെസലിലൂടെ ഗ്ലോമറുലസിലേക്ക് എത്തും. ഗ്ലോമറുലസിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഗ്ലോമറുലസിന്റെ മുകളിൽ ധാരാളം മൈന്യൂട്ട് പോർസ് ഉണ്ട്, ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഹോളുകളുണ്ട്. ആ ഹോളുകൾ വഴി, ആ ഹോളുകളിലൂടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കും, അരിക്കൽ പ്രക്രിയ അവിടെ വെച്ച് നടക്കും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ അൾട്രാ ഫിൽട്രേഷൻ എന്ന് പറഞ്ഞ സ്റ്റേജ് നടക്കുക. അപ്പോൾ അൾട്രാ ഫിൽട്രേഷൻ എന്ന സ്റ്റേജ് എവിടെ വെച്ചാണ് നടക്കുക, നമ്മുടെ ഗ്ലോമറുലസിലെ മൈന്യൂട്ട് പോറുകളിലൂടെ, മൈന്യൂട്ട് ഹോളുകളിലൂടെയാണ് നടക്കുക. ഓക്കെ, ഇനി ഈ അൾട്രാ ഫിൽട്രേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ട്. അതായത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, ഈ അപ്പറന്റ് വെസലിനായിരിക്കും ഇഫറന്റ് വെസലിനേക്കാൾ ഡയമീറ്റർ കൂടുതൽ തിക്നെസ് അഫറന്റ് വെസലിനായിരിക്കും. അപ്പോൾ ഇവിടെ വണ്ണം കൂടുതലും ഇവിടെ വണ്ണം കുറവാണ് അല്ലേ. ഇത് വലിയ ബ്ലഡ് വെസലാണ്, ഗ്ലോമറുലസ് ആണ് മൈന്യൂട്ട് കുഞ്ഞു കുഞ്ഞു ബ്ലഡ് വെസലാണ് അല്ലേ. അപ്പോൾ വണ്ണം കൂടിയ അഫറന്റ് വെസലിൽ നിന്നും ബ്ലഡ് ഗ്ലോമറുലസിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ പ്രഷർ എന്താവും, കൂടും അല്ലേ. സ്വാഭാവികമാണ് അല്ലെ. വലിയ കുഴലിൽ നിന്നും ചെറിയ കുഴലിലേക്ക് ബ്ലഡ് കടക്കുമ്പോൾ ആ ചെറിയ കുഴലിലുള്ള പ്രഷർ കൂടും. ഈ ഹൈ പ്രഷർ, ഇതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഹൈ പ്രഷർ, ഗ്ലോമറുലസിനുള്ള ഉണ്ടാകുന്ന ഹൈ പ്രഷർ എന്ത് ചെയ്യും, ഈ ഫിൽട്രേഷനെ ഹെൽപ്പ് ചെയ്യും. നല്ല പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഈസി ആയിട്ട് അവിടെ എന്ത് നടക്കുന്നത്, ഫിൽട്രേഷൻ നടക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ എത്രേ പറഞ്ഞിട്ടുള്ളൂ, അൾട്രാ ഫിൽട്രേഷൻ എന്ന സ്റ്റേജ് എവിടെ വെച്ചാൽ നടക്കുക, ഗ്ലോമറുലസ് വെച്ചാൽ നടക്കുക. ഇത്ര അൺവാണ്ടഡ് സബ്സ്റ്റൻസ്, നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ അഫറന്റ് വെസലിലൂടെ ഗ്ലോമറുലസിലേക്ക് പ്രവേശിക്കും. ഗ്ലോമറുലസ് എത്തിക്കഴിഞ്ഞാൽ ഗ്ലോമറുലസിലെ ഹൈ പ്രഷർ
ഗ്ലോമറുലസിലെ ഹൈ പ്രഷർ മൂലം, ഗ്ലോമറുലസിനുള്ളിൽ ബ്ലഡിനുണ്ടാവുന്ന ഉയർന്ന പ്രഷർ മൂലം ഗ്ലോമറുലസിന്റെ വാളിൽ കാണുന്ന മൈന്യൂട്ട് പോറുകളിലൂടെ, കുഞ്ഞു കുഞ്ഞു ഹോളുകളിലൂടെ എന്ത് ചെയ്യും? അവിടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കും. ബ്ലഡിനെ ഫിൽറ്റർ ചെയ്യും. ഓക്കെ, ആ ഫിൽട്രേഷൻ നടക്കും. അതാണ് ഫസ്റ്റ് സ്റ്റേജ്, അൾട്രാ ഫിൽട്രേഷൻ. ഇനി ആ ഫിൽട്രേഷന്റെ ഭാഗമായിട്ടുണ്ടായ സബ്സ്റ്റൻസ്, അൾട്രാ ഫിൽട്രേഷന്റെ ഭാഗമായിട്ടുണ്ടായ സബ്സ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. എന്താ വിളിക്കുക? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കും. ഓക്കെ, അവിടെ അൾട്രാ ഫിൽട്രേഷൻ നടന്നതിന്റെ ഭാഗമായിട്ടുണ്ടായ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്. ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യും. ഓക്കെ, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യും. ബാക്കിയുള്ള പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിലേക്ക് കടക്കും. ഓക്കെ, ബാക്കിയുള്ള പ്യുവർ ബ്ലഡ്, ഇവിടെ ഉണ്ടാകുന്ന വേസ്റ്റ് സാധനം കംപ്ലീറ്റ് ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആയിട്ട് ഈ ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യപ്പെടും. ബാക്കിയുള്ള പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിലേക്ക് പ്രവേശിക്കും. പ്യുവർ ബ്ലഡ് അല്ലട്ടത്, നമുക്ക് അടുത്ത പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ബാക്കി എല്ലാ വേസ്റ്റ് സാധനങ്ങളും ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആയിട്ട് മാറുകയും ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യും. ഇവിടെ ക്യാപ്സുലാർ സ്പേസിൽ എന്ത് ചെയ്യും? അതിനെ കളക്ട് ചെയ്യും. ബാക്കിയുള്ള പ്യുവർ ബ്ലഡ് അല്ലെങ്കിൽ ബാക്കിയുള്ള ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിലേക്ക് പ്രവേശിക്കും. ക്ലിയർ ആണോ? ഇനി നമ്മുടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ്, ഈ ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യുന്ന ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഈ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ് പിന്നീട് യൂറിനായിട്ട് മാറുക കേട്ടോ. ഈ ഫിൽട്രേറ്റിൽ പ്രധാനമായിട്ട് വാട്ടർ ഉണ്ടാവും, ഗ്ലൂക്കോസ് ഉണ്ടാവും, അമിനോ ആസിഡുകൾ ഉണ്ടാവും, അതുപോലെ സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോൺസ് ഉണ്ടാവും, വൈറ്റമിൻസ് ഉണ്ടാവും, യൂറിയ ഉണ്ടാവും, യൂറിക് ആസിഡ് ഉണ്ടാവും, ക്രിയാറ്റിൻ ഉണ്ടാവും. ഇത്തരത്തിൽ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവും ഇവിടെ ഈ ഫിൽട്രേറ്റിൽ കേട്ടോ. ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവും. ഗ്ലൂക്കോസ്, വാട്ടർ കേട്ടോ, യൂറിയ, യൂറിക് ആസിഡ്, വൈറ്റമിൻസ്, അയോൺസ്, ക്രിയാറ്റിൻ തുടങ്ങി ഒരുപാട് സബ്സ്റ്റൻസ് എവിടെ ഉണ്ടാവും? ഈ ഫിൽട്രേറ്റിൽ ഉണ്ടാവും. ഓക്കെ, ആ സബ്സ്റ്റൻസിൻ്റെ പേരൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കോമ്പണൻസ്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിലെ കോമ്പണൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം അവിടെ ഉണ്ടാവും, ഗ്ലോമറുലാർ ഫിൽട്രേറ്റിൽ ഉണ്ടാവും. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റേജ് പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ യൂറിൻ ഫോർമേഷൻ്റെ ആദ്യത്തെ ഘട്ടം ഏതാണ്? അൾട്രാ ഫിൽട്രേഷൻ എന്നാണ് ആദ്യത്തെ ഘട്ടത്തെ നമ്മൾ വിളിക്കുക. ഓക്കെ, ആ ഒരു ഘട്ടത്തിൽ എന്താ സംഭവിക്കുക? ആ ഘട്ടത്തിൽ ഇത്രേ സംഭവിക്കുന്നുള്ളൂ. എന്താണ്? അൺവാണ്ടഡ് സബ്സ്റ്റൻസ് അപ്പറന്റ് വെസലിലൂടെ ഗ്ലോമറുലസിലെത്തും. ഗ്ലോമറുലസിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഗ്ലോമറുലസിനുള്ളിൽ ഉണ്ടാവുന്ന ഹൈ പ്രഷർ, കൂടിയ ബ്ലഡ് പ്രഷർ കാരണം ഗ്ലോമറുലസിന്റെ വാളിൽ കാണുന്ന മൈന്യൂട്ട് പോറുകളിലൂടെ, കുഞ്ഞു കുഞ്ഞു ഹോളുകളിലൂടെ അവിടെ എന്ത് നടക്കും? അവിടെ അൾട്രാ ഫിൽട്രേഷൻ നടക്കും. ആ അൾട്രാ ഫിൽട്രേഷന്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവും? അതിന്റെ ഭാഗമായിട്ടുണ്ടായ സബ്സ്റ്റൻസ്, അൾട്രാ ഫിൽട്രേഷന്റെ ഭാഗമായിട്ടുണ്ടായ സബ്സ്റ്റൻസ്, ആ സബ്സ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ന് വിളിക്കുക. ആ ഫിൽട്രേറ്റ് ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യും. ഓക്കെ, ബാക്കിയുള്ള പ്യുവർ ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിലേക്ക് പ്രവേശിക്കും. പിന്നെ ഈ ഫിൽട്രേറ്റിലുള്ള സബ്സ്റ്റൻസിന്റെ കാര്യമൊക്കെ പഠിക്കാം. ഈ ഫിൽട്രേറ്റ് ആണ് പിന്നീട് യൂറിനായിട്ട് മാറുക എന്ന് ഓർക്കണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഘട്ടത്തിൽ നടക്കാം, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ, ഇവിടെ കളക്ട് ചെയ്ത ഈ ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്ത ഫിൽട്രേറ്റ്, ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് പിന്നെ എന്ത് ചെയ്യും? ഈ റീനൽ ട്യൂബ്യൂളിലൂടെ ഫ്ലോ ചെയ്യും. ഓക്കെ, ഈ റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകി എങ്ങോട്ടേക്കും? ഈ കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് ഒഴുകിയെത്തും. ഓക്കെ, ഈ ക്യാപ്സുലാർ സ്പേസിൽ ഉണ്ടായ ഈ ഫിൽട്രേറ്റ് പിന്നീട് റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകിയിട്ട് എവിടെ എത്തും? കളക്റ്റിംഗ് ഡക്റ്റിലെത്തും. അതേസമയം ഈ ഇഫറന്റ് വെസൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്യുവർ ബ്ലഡ് എന്ത് ചെയ്തു? ഇഫറന്റ് വെസലിലേക്ക് പ്രവേശിച്ചു, ശരിയല്ലേ? ആ ബ്ലഡ് പിന്നെ എന്ത് ചെയ്യും? ഇതിലൂടെ ഒഴുകിയിട്ട് ഇവിടെ എന്തുണ്ട്? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ് കേട്ടോ. ഇഫറന്റ് വെസലിന്റെ കണ്ടിന്യൂഷൻ ആയി കാണുന്ന ഭാഗമാണ് പെരി ട്യൂബുലാർ ക്യാപ്പിലറി, ഇതിനെ വൈൻഡ് ചെയ്തുകൊണ്ടുള്ള അല്ലെ. അപ്പൊ ഈ പ്യുവർ ബ്ലഡ്, ഈ ഫിൽട്രേഷന്റെ ശേഷം ഉണ്ടായ ബ്ലഡ് ഇഫറന്റ് വെസലിൽ നിന്ന് എന്ത് ചെയ്യും? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ ഒഴുകും. രണ്ട് കാര്യങ്ങൾ പറഞ്ഞ്, ഫിൽട്രേഷൻ നടന്നതിന് ശേഷം ഉണ്ടായ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകിയിട്ട് എവിടേക്ക് വരും? കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് വരും.
ഫിൽട്രേഷൻ ശേഷം വന്ന ആ ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിലൂടെ വന്നിട്ട് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ, ഈ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ ഒഴുകിയിട്ട് എവിടേക്ക് വരും? റീനൽ വെയിനിലേക്ക് വരും. അപ്പൊ രണ്ട് ഫ്ലോ പഠിച്ചു വെക്കുക. എന്താണ്? ഒന്ന് ഫിൽട്രേറ്റ് റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകിയിട്ട് കളക്റ്റിംഗ് ഡക്റ്റിലേക്ക് വരും. ഇവിടെയുള്ള ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറി, ഇത് വൈൻഡ് ചെയ്ത് കാണുന്ന പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ ഒഴുകി എവിടേക്ക് എത്തും? റീനൽ വെയിനിലേക്ക് എത്തും. ഓക്കെ. അപ്പൊ ഈ രണ്ട് ഫ്ലോ കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. എന്ത്? റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ. ഒന്നുമില്ല, ഇവിടെ ഫിൽട്രേറ്റ്, ഇവിടെ ഉണ്ടായ ഫിൽട്രേറ്റ് ആണല്ലോ ഇതിലൂടെ ഒഴുകുന്നത്, ശരിയല്ലേ? ഇവിടെ ഉണ്ടായ ഫിൽറ്ററേറ്റ് ഈ റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകാണ്. ഈ റീനൽ ട്യൂബ്യൂളിലൂടെ ഈ ഫിൽട്രേറ്റ് ഒഴുകുമ്പോൾ ആ ഫിൽട്രേറ്റിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ട്. അത് കംപ്ലീറ്റ് യൂറിനായിട്ട് പുറത്തേക്ക് പോവരുത്. ഈ ഫിൽട്രേറ്റിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസ് ഉണ്ട്. ആ സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് റീ അബ്സോർബ് ചെയ്യും. മനസ്സിലായോ? റീനൽ ട്യൂബ്യൂളിൽ നിന്ന് എന്ത് ചെയ്യും? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് ഫിൽട്രേറ്റിലുള്ള സബ്സ്റ്റൻസിനെ തിരിച്ച് വലിച്ചെടുക്കും. അതോടൊപ്പം തന്നെ ഈ ബ്ലഡ്, ഇവിടെ ഫിൽട്രേഷന് ശേഷമുള്ള ബ്ലഡാണ് ഇഫറന്റ് വെസലിലുള്ളത്, അല്ലേ? പക്ഷേ ഫിൽട്രേഷന് ശേഷവും നമുക്ക് ബോഡിക്ക് ആവശ്യമില്ലാത്ത കുറേ സബ്സ്റ്റൻസ് എവിടെ ഉണ്ടാവും? ഈ ഇഫറന്റ് വെസലിലെ ബ്ലഡിലുണ്ടാവും. ആ ബ്ലഡ് ഈ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ ഒഴുകുമ്പോൾ നമ്മുടെ ബോഡിക്ക് ആവശ്യമില്ലാത്ത ആ വസ്തുക്കൾ എന്ത് ചെയ്യും? തിരിച്ച് റീനൽ ട്യൂബ്യൂളിലേക്ക് സെക്രീറ്റ് ചെയ്യും, റിലീസ് ചെയ്യും. അപ്പോൾ അവിടെ ഒരു എക്സ്ചേഞ്ച് നടക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? റീനൽ ട്യൂബ്യൂളും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസും തമ്മിൽ ഒരു എക്സ്ചേഞ്ച് നടക്കും. ഓക്കെ. റീനൽ ട്യൂബ്യൂളിൽ ഉള്ള സബ്സ്റ്റൻസ് എങ്ങോട്ട് കയറും? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്കും. പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലുള്ള കുറച്ച് സാധനം എങ്ങോട്ടും വരും? റീനൽ ട്യൂബ്യൂളിലേക്കും വരും. ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഏതാണത്? റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൽ അവിടെ എന്താ സംഭവിക്കുന്നത്? ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഏത് എക്സ്ചേഞ്ച് ആണ്? റീനൽ ട്യൂബ്യൂളിലുള്ള കുറച്ച് സബ്സ്റ്റൻസ് എന്ത് ചെയ്യും? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്കും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലുള്ള കുറച്ച് വസ്തുക്കൾ റീനൽ ട്യൂബ്യൂളിലേക്കും എക്സ്ചേഞ്ച് ചെയ്യപ്പെടും. ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഏത്? റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അപ്പോൾ ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. രണ്ടാമത്തെ സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നത്? അവിടെ ഒരു എക്സ്ചേഞ്ച് ആണ് നടക്കുന്നത്. ഏതൊക്കെ തമ്മിൽ? റീനൽ ട്യൂബ്യൂളും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസും തമ്മിൽ കുറച്ച് സബ്സ്റ്റൻസിനെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യും. അതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഇനി എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത്? എന്താണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും? റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകുമ്പോൾ, ഫിൽറ്ററേറ്റ് റീനൽ ട്യൂബ്യൂളിലൂടെ ഒഴുകുമ്പോൾ ആ ഫിൽട്രേറ്റിൽ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള വസ്തുക്കളുണ്ട്. ആ ഫിൽട്രേറ്റിൽ ബോഡിക്ക് ആവശ്യമുള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളാണ് എങ്ങോട്ട് കയറുന്നത്? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് കയറുന്നത്. ഓക്കെ. അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് നടക്കുന്നത് പറഞ്ഞു. എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ റീനൽ ട്യൂബ്യൂളിൽ നിന്ന് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക്, അല്ലെ? ഈ യു ഷേപ്പിലുള്ള റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് പ്രവേശിക്കുന്നത് എന്താ പ്രവേശിക്കുന്നത്? റീനൽ ട്യൂബ്യൂളിലൂടെ ഫിൽറ്ററേറ്റ് ഒഴുകുമ്പോൾ ആ ഫിൽറ്ററേറ്റിൽ ബോഡിക്ക് ആവശ്യമുള്ള വസ്തുക്കളുണ്ട്. ആ വസ്തുക്കളാണ് എങ്ങോട്ട് കയറുക? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് കയറാം. ഇനി പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിൽ തിരിച്ച് റീനൽ ട്യൂബ്യൂളിലേക്ക് എന്താ വരിക? ഒരു ഗീവ് ആൻഡ് ടേക്ക് ആണല്ലോ, അങ്ങോട്ടും കൊടുക്കും ഇങ്ങോട്ടും വാങ്ങും, അല്ലേ? അപ്പൊ റീനൽ ട്യൂബ്യൂളിൽ നിന്നും ഫിൽറ്ററേറ്റിലുള്ള ഗ്ലോമറുലാർ ഫിൽറ്ററേറ്റിലുള്ള യൂസ്ഫുൾ ആയുള്ള സബ്സ്റ്റൻസ് ആണ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് കയറാം. ഇനി പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്ക് എന്താണ് വരിക? ഇവിടെ വെച്ചിട്ട് ഇവിടെ ഫിൽട്രേഷൻ കഴിഞ്ഞാലും ബോഡിക്ക് ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങൾ ഇവിടെ ഉണ്ടാവും. ഈ ഇഫറന്റ് വെസലിലെ ബ്ലഡിലുണ്ടാവും. ആ ബ്ലഡാണ് ഇതിലൂടെ ഒഴുകുന്നത്? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ ഒഴുകുന്നത്. ശരിയാണോ? അപ്പോൾ ആ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലെ ബ്ലഡിൽ ഉള്ള
ബോഡിക്ക് വേണ്ടാത്ത വസ്തുക്കളുണ്ട്, ആ വസ്തുക്കൾ എങ്ങോട്ടും വരും? റീനൽ ട്യൂബ്യൂളിലേക്കും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്. ഏത്? റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ക്ലിയർ ആണല്ലോ? ഒന്നുകൂടെ പറഞ്ഞുതരാം. റീനൽ ട്യൂബ്യൂളിലൂടെ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ ആ ഫിൽട്ടറേറ്റിൽ ബോഡിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വസ്തുക്കളുണ്ട്. ആ വസ്തുക്കൾ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് എൻ്റർ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഫിൽട്ടറേഷന് ശേഷമുള്ള ബ്ലഡാണ് ഇഫറന്റ് വെസലിലേക്കും പിന്നീട് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് എത്തുന്നത്. പക്ഷേ ഫിൽട്ടറേഷന് ശേഷവും ബോഡിക്ക് ആവശ്യമില്ലാത്ത പല വസ്തുക്കളും ആ പെരി ട്യൂബുലാർ ക്യാപ്പിലറിയിൽ ഉണ്ടാവും. ഓക്കെ, ആ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലുള്ള ബോഡിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ റീനൽ ട്യൂബ്യൂളിലേക്കും വരും. ഓക്കെ, അപ്പോൾ റീനൽ ട്യൂബ്യൂളിലെ ഫിൽട്ടറേറ്റിലുള്ള ബോഡിക്ക് ആവശ്യമുള്ള വസ്തുക്കൾ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്കും പെരി ട്യൂബുലാറിസ് ക്യാപ്പിലറീസിലെ ബ്ലഡിൽ ബോഡിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ റീനൽ ട്യൂബ്യൂളിലേക്കും എത്തും. ഒരു എക്സ്ചേഞ്ച് നടക്കും. അതോടുകൂടി രണ്ടാമത്തെ സ്റ്റേജ് കഴിഞ്ഞു, റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. മറ്റേ കാര്യം കൂടെ പഠിക്കണേ. എന്താണ് റീ അബ്സോർബ് ചെയ്യുന്നത്, എന്താണ് സെക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് റീ അബ്സോർബ് ചെയ്യുന്ന വസ്തുക്കളാണ് ഒന്ന് ഗ്ലൂക്കോസ്, റീനൽ ട്യൂബ്യൂളിലുള്ള ഫിൽട്ടറേറ്റിലുള്ള ഗ്ലൂക്കോസ്, അതുപോലെ തന്നെ അമിനോ ആസിഡ്. ഇത് രണ്ടും കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് റീ അബ്സോർബ് ചെയ്യും. ഓക്കെ, ഇത് കൂടാതെ സോഡിയം അയോണ്, കാൽസ്യം അയോണ്, അതുപോലെ പൊട്ടാസ്യം അയോണ്, വാട്ടർ, ഇതൊക്കെ പാർഷ്യലായിട്ട്, കംപ്ലീറ്റ് അല്ല, ഇൻകംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് റീ അബ്സോർബ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ റീനൽ ട്യൂബ്യൂളിൽ വെച്ചിട്ട് റീനൽ ട്യൂബ്യൂളിൽ നിന്നും ഫിൽട്ടറേറ്റിലുള്ള ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, ഇത് കംപ്ലീറ്റ് ആയിട്ട് ഫിൽട്ടറേറ്റിലുള്ള ഗ്ലൂക്കോസും അമിനോ ആസിഡും കംപ്ലീറ്റ് ആയിട്ട് റീനൽ ട്യൂബ്യൂളിൽ നിന്നും എവിടേക്ക് എത്തും? റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് റീ അബ്സോർബ് ചെയ്യും. എന്നാൽ കുറച്ച് അയോൺസ്, കാൽസ്യം, പൊട്ടാസ്യം, സോഡിയം പോലുള്ള അയോൺസ്, ഇതൊക്കെ എന്ത് ചെയ്യും? വാട്ടർ, ഇതൊക്കെ പാർഷ്യലായിട്ട് എന്ത് ചെയ്യും? റീനൽ ട്യൂബ്യൂളിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്ക് റീ അബ്സോർബ് ചെയ്യും. ഓക്കെ, അതോടൊപ്പം തന്നെ പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലുള്ള കുറച്ച് അയോൺസ് ഉണ്ട്, ഹൈഡ്രജൻ അയോൺസ്, K+ അയോണ്, അതുപോലെ യൂറിയ, ഓക്കെ, അതുപോലെ അങ്ങനെ കുറേ വസ്തുക്കളുണ്ട്. ഈ വസ്തുക്കൾ എന്ത് ചെയ്യും? പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബ്യൂളിലേക്ക് റിലീസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആവുന്നതോടുകൂടി സെക്കൻഡ് സ്റ്റേജ് കംപ്ലീറ്റ് ആയി. ഏതാണത്? റീ അബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിലീസിങ്ങും അബ്സോർപ്ഷനും കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ആ ഫിൽട്രേറ്റ് എടുത്തും, ആ ഫിൽട്രേറ്റ് കളക്റ്റിംഗ് ഡക്റ്റിലെത്തും. കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ സ്റ്റേജ് നടക്കുക, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. ഓക്കെ, ഒന്നുമില്ല, ആ പേര് തന്നെ കിട്ടും അല്ലേ. കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? ആ യൂറിനുള്ള മെജോറിറ്റി പാർട്ട് വെള്ളത്തെ എന്ത് ചെയ്യും? തിരിച്ച് വലിച്ചെടുക്കും ബ്ലഡിലേക്ക്. അതാണ് അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പം ആ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് കളക്റ്റിംഗ് ഡക്റ്റിൽ എത്തിക്കഴിഞ്ഞാൽ അതിലെ മെജോറിറ്റി പാർട്ട് വാട്ടറിനെ തിരിച്ച് വലിച്ചെടുക്കും. ബാക്കിയുള്ള സബ്സ്റ്റൻസ് ആണ് എന്തായിട്ട് മാറുക? യൂറിനായിട്ട് മാറാം. ഓക്കെ, പിന്നെ എന്ത് സംഭവിക്കുന്നു? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഈ കളക്റ്റിംഗ് ഡക്റ്റിൽ അല്ല യൂറിൻ എന്ത് ചെയ്യും? പിന്നീട് അവിടുന്ന് പെൽവിസിലേക്ക് പോകും. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അല്ലേ. പെൽവിസിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഏത് കാണുക? നമ്മുടെ യൂറിത്തർ. കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് അല്ലേ. യൂറിത്തർ എന്ന് പറഞ്ഞ ട്യൂബ് കാണാം. ആ യൂറിത്തറിലൂടെ എവിടെ എത്തും? യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ യൂറിനറി ബ്ലാഡർ കംപ്ലീറ്റ് ആകുമ്പോൾ, ഫില്ലാകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ യൂറിത്ര എന്ന ഹോളിലൂടെ ഈ യൂറിനെ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യും. മിക്ചുറേഷൻ എന്ന് പറയും കേട്ടോ. മിക്ചുറേഷൻ ആണ് യൂറിൻ പുറത്തേക്ക് പാസ് ചെയ്യുന്ന പ്രോസസ്സാണ് മിക്ചുറേഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് യൂറിൻ ഫോർമേഷൻ്റെ സ്റ്റെപ്പ്. അപ്പോൾ നമ്മൾ യൂറിൻ പരിശോധിക്കുകയാണെങ്കിൽ യൂറിന് 96% വാട്ടർ തന്നെയാണ്. ഓക്കെ, യൂറിൽ ഏകദേശം 96% നമുക്ക് കാണാൻ പറ്റുക വാട്ടർ തന്നെയാണ്. ബാക്കി 2% യൂറിയാണ്. ബാക്കി എല്ലാ കോമ്പണൻസും കൂടെ കേട്ടോ, NaCl, KCl, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. കാൽസ്യം, സോൾട്ട്, ഫോസ്ഫേറ്റ്, ക്രിയാറ്റിൻ തുടങ്ങി എല്ലാ സബ്സ്റ്റൻസും കൂടെ 2% ഉണ്ടാവുള്ളൂ. ഇപ്പോൾ യൂറിലെ മെജോറിറ്റി പാർട്ടും വാട്ടർ തന്നെയാണ് കേട്ടോ. വാട്ടർ തന്നെയാണ്, 96% വാട്ടർ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് യൂറിൻ ഫോർമേഷൻ. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറഞ്ഞ സ്റ്റെപ്പ് ഒന്നും കൂടെ ശ്രദ്ധിക്കുക, അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അപ്പോൾ യൂറിൻ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് എന്ത് ചെയ്യും?
ഇതിലൂടെ വന്നിട്ട് കളക്റ്റിംഗ് ഡക്റ്റിലെത്തും. കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് അതിലെ വാട്ടറിനെ തിരിച്ച് വലിച്ചെടുക്കും. ആ ബാക്കിയുള്ള സാധനമാണ് യൂറിനായിട്ട് മാറുക. ആ യൂറിൻ കളക്റ്റിംഗ് ഡക്റ്റിൽ നിന്ന് എവിടേക്ക് എത്തും? പെൽവിസിലേക്ക് എത്തും. പെൽവിസിൽ നിന്ന് യൂറിത്തർ എന്ന ട്യൂബ് വഴി യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും പിന്നീട് യൂറിനറി ബ്ലാഡർ ഫില്ലാകുമ്പോൾ യൂറിത്ര എന്ന ഹോൾ വഴി എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, ഇനി നമ്മുടെ ബോഡിയിൽ ഏകദേശം 127 മില്ലി ഫിൽട്രേറ്റ് ഉണ്ടാകുന്നുണ്ട്. ഒരു മിനിറ്റിൽ 127 മില്ലി ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഈ ഫിൽട്രേറ്റ് കംപ്ലീറ്റ് യൂറിൻ ആവുകയാണ് ഏകദേശം 170 ലിറ്റർ ഡെയിലി നിങ്ങൾക്ക് യൂറിൻ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല അല്ലേ? പക്ഷേ ഈ 127 മില്ലി അവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ 126 തിരിച്ച് വലിച്ചെടുക്കും. ബാക്കി 1% മാത്രമാണ്, 1 മില്ലി മാത്രമാണ് ഒരു മിനിറ്റിൽ യൂറിൻ ആവുന്നത് കേട്ടോ. ഡെയിലി ഏകദേശം 1.5 ലിറ്റർ യൂറിൻ നമ്മൾ പുറത്തേക്ക് എലിമിനേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ മെജോറിറ്റി പാർട്ടും വാട്ടറാണ്. അപ്പോൾ ആ വാട്ടറിൻ്റെ അളവ് ഒരുപാട് കുറഞ്ഞു പോകരുത്. അതിനുവേണ്ടി അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യത്തിന് വെള്ളം കുടിക്കണം. ഓക്കെ, ഇനി ഒരു കാര്യം കൂടെ പഠിക്കാണ്ട്, നമ്മൾ യൂറിൻ ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ബോഡിയിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെ പുറം തള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ബോഡി പ്രധാനമായിട്ടും യൂറിനേഷനിലൂടെ ചെയ്യുന്ന എന്താണ്? ബോഡിയിലുള്ള അൺവാണ്ടഡ് സബ്സ്റ്റൻസിനെ എലിമിനേറ്റ് ചെയ്യാണ്. ഇതോടൊപ്പം ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ യൂറിനൽ ട്രാക്റ്റ്. ഈ യൂറിൻ ഒഴുകുന്ന ആ പാത്വേയിലൊക്കെ ഉള്ള ജേംസ്, ഏതെങ്കിലും ജേംസ് രോഗാണു ഉണ്ടെങ്കിൽ ആ ജേംസിനെയൊക്കെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നു. യൂറിനേഷൻ എന്ന പ്രോസസ്സിലൂടെ നടക്കുന്നുണ്ട്. യൂറിൻ പുറത്തേക്ക് വരുമ്പോൾ അതോടൊപ്പം അവിടെയുള്ള ജേംസ് രോഗാണുക്കളൊക്കെ ബോഡിക്ക് പുറത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കുറേ സമയം നമ്മൾ എന്ത് ചെയ്യുക? യൂറിൻ പാസ് ചെയ്യാതെ പിടിച്ചു വെക്കുക ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ എന്ത് സംഭവിക്കും? ആ ജേംസ് പുറത്തേക്ക് വരില്ല, അവിടെ തന്നെ കിടക്കും. അപ്പോൾ എന്ത് ചെയ്യുക? ജേംസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മുടെ രോഗിയിൽ യൂറിനറി ബ്ലാഡറിലും കിഡ്നിയിലൊക്കെ ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും. അത്തരം രോഗങ്ങളെയാണ് നമ്മൾ UTI എന്ന് വിളിക്കുക, യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ. സാധാരണയായിട്ട് ഗേൾസിലാണ് ഇത് കൂടുതൽ കാണുക. കാരണം ബോയ്സ് അല്ല, ഗേൾസാണ് കൂടുതൽ ടൈം എന്ത് ചെയ്യുക? ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരിക്കുക, യൂറിൻ പാസ് ചെയ്യാതെ പിടിച്ചു വെക്കുക, ഇതൊക്കെ ചെയ്യുക അവരാണ്. അതുകൊണ്ട് അവരിലാണ് സാധാരണയായിട്ട് UTI കൂടുതലായി കാണാറ് കേട്ടോ. യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറ്. ഓക്കെ, അപ്പോൾ എന്താണ് UTI എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. യൂറിൻ പാസിങ്ങിലൂടെ അല്ലെ മിക്ചറേഷനിലൂടെ നമ്മൾ ബോഡിയിലെ അൺവാണ്ടഡ് സബ്സ്റ്റൻസ് എലിമിനേറ്റ് ചെയ്യാൻ മാത്രമല്ല ചെയ്യുന്നത്, അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? ബോഡിയുടെ ഈ യൂറിനറി ട്രാക്റ്റിലുള്ള അൺവാണ്ടഡ് ജേംസിനെ പുറത്തേതല്ല എലിമിനേറ്റ് ചെയ്യുക. നമ്മൾ ഒരുപാട് ടൈം യൂറിൻ പാസ് ചെയ്തില്ലെങ്കിൽ ആ ജേംസ് അവിടെ തന്നെ കിടക്കും, മൾട്ടിപ്ലൈ ചെയ്യും, ഒരുപാട് രോഗങ്ങൾ ഉണ്ടാക്കും. ഇതാണ് UTI, യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് യൂറിൻ ഫോർമേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇതൊക്കെ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഏതാണ്? അപ്പോൾ 3 ഘട്ടങ്ങളായിട്ടാണ് നടക്കുക. 1 അൾട്രാ ഫിൽട്രേഷൻ, 2 റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ, 3 അബ്സോർപ്ഷൻ ഓഫ് വാട്ടർ. അൾട്രാ ഫിൽട്രേഷൻ നടക്കുക ഗ്ലോമറുലസിൽ വെച്ചിട്ടാണ്. ബോഡിക്ക് ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്ത് ചെയ്യും? അഫറന്റ് വെസലിലൂടെ എവിടേക്ക് എത്തും? ഇവിടെ എത്തും അല്ലേ? ഗ്ലോമറുലസിലെത്തും. അപ്പോൾ ഗ്ലോമറുലസിന് മുകളിലുള്ള ഹോളുകളിലൂടെ അവിടെ ഹൈ പ്രഷർ കാരണം ഗ്ലോമറുലസിലെ ഹോളുകളുടെ ഫിൽട്രേഷൻ നടക്കും. അതിൻ്റെ ഭാഗമായി ഉണ്ടായ സബ്സ്റ്റൻസ് ആയ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഈ ക്യാപ്സുലാർ സ്പേസിൽ കളക്ട് ചെയ്യും. ബാക്കി ബ്ലഡ് ഇഫറന്റ് വെസലിലേക്ക് പ്രവേശിക്കും. ഇതാണ് അൾട്രാ ഫിൽട്രേഷൻ എന്ന സ്റ്റേജ്. അതിനുശേഷം നടക്കുന്ന സ്റ്റേജാണ് റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. അവിടെ നിന്ന് സംഭവിക്കുക, ഈ ഫിൽട്രേറ്റ് റീനൽ ട്യൂബിലൂടെ കളക്റ്റിംഗ് ഡക്റ്റിലേക്കും ഈ ബ്ലഡ് എന്ത് ചെയ്യും? ഇഫറന്റ് വെസലിൽ നിന്നും പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലൂടെ റീനൽ വെയിനിലേക്ക് ഒഴുകും. ആ ഒഴുക്കിൻ്റെ ഇടയ്ക്ക് ഒരു എക്സ്ചേഞ്ച് നടക്കും. അതായത് റീനൽ ട്യൂബിലൂടെ ഒഴുകുന്ന ഫിൽട്ടറേറ്റിൽ ബോഡിക്ക് ആവശ്യമുള്ള സബ്സ്റ്റൻസ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിലേക്കും, ഫിൽട്രേഷന് ശേഷം അവിടെ ബാക്കി വന്ന അൺവാണ്ടഡ് സബ്സ്റ്റൻസ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിൽ നിന്നും റീനൽ ട്യൂബുകളിലേക്കും പ്രവേശിക്കും. ഓക്കെ, ആ എക്സ്ചേഞ്ചിന് ശേഷം ഇവിടേക്ക് വരെ പ്യുവർ ബ്ലഡ് ആയിരിക്കും അല്ലേ? ഇവിടെ എത്തുമ്പോൾ പ്യുവർ ബ്ലഡ് ആയിരിക്കും. ആവശ്യമുള്ള സാധനം കീഴിലേക്ക് പോയിട്ടുണ്ട്. ആ പ്യുവർ ബ്ലഡാണ് റീനൽ വെയിനിലേക്ക് പ്രവേശിക്കുക കേട്ടോ. റീനൽ വെയിൻ പിന്നെ വെന്നക്ക വെയിനിലേക്ക് പ്രവേശിക്കും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞ ഇതാണ് രണ്ടാമത്തെ സ്റ്റേജ്, റീഅബ്സോർപ്ഷൻ ആൻഡ് സെക്രീഷൻ. ഓക്കെ, അപ്പോൾ റീനൽ ട്യൂബുകളിൽ വെച്ചിട്ട് ആ ഒരു എക്സ്ചേഞ്ച് നടക്കും. അതിനുശേഷമുള്ള ഫിൽട്ടറേറ്റ് എന്ത് ചെയ്യും? കളക്റ്റിംഗ് ഡക്റ്റിലെത്തും. കളക്റ്റിംഗ് ഡക്റ്റിൽ വെച്ചിട്ട് എന്ത് സംഭവിക്കും? വാട്ടർ റീഅബ്സോർപ്ഷൻ, വാട്ടർ അബ്സോർപ്ഷൻ എന്ന ലാസ്റ്റ് സ്റ്റേജ് നടക്കും. അവിടെ വെച്ച് വാട്ടറിനെ തിരിച്ച് വലിച്ചെടുക്കും. ബാക്കിയുള്ള സാധനം
യൂറിനായിട്ട് മാറും. അത് പിന്നീട് പെൽവിസിലും അവിടെ നിന്ന് യൂറിത്തർ വഴി യൂറിനറി ബ്ലാഡറിൽ സ്റ്റോർ ചെയ്യുകയും പിന്നീട് യൂറിത്ര വഴി എലിമിനേറ്റ് ചെയ്യും. ഓക്കെ, ഈ ഒരു പോയിന്റ് ക്ലിയർ അല്ലേ? അതായത് ഇവിടെ വെച്ച് ഈ എക്സ്ചേഞ്ച് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ ബ്ലഡ് പെരി ട്യൂബുലാർ ക്യാപ്പിലറീസിൽ ബോഡിക്ക് ആവശ്യമില്ലാത്ത എല്ലാ വസ്തുക്കളും എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് സെക്രേറ്റ് ചെയ്യും. ബാക്കിയുള്ള പ്യുവർ ബ്ലഡാണ് പിന്നീട് ഇതിലെ റീനൽ വെയിനിലേക്ക് എത്തുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂറിൻ ഫോർമേഷൻ എന്ന ടോപ്പിക്കിൽ പഠിക്കാനുള്ളത് കേട്ടോ. വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഫ്യൂച്ചറിലൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് വ്യക്തമായിട്ട് പഠിച്ച് വെക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള ഒരുപാട് ഈ ചാപ്റ്ററിൽ ഒരു 2 പീരീഡോട് കൂടി നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഈ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിച്ച് വെക്കുക. വീഡിയോ കുറച്ച് ലെങ്തിയാണ്, നല്ല രീതിയിൽ കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുക. എന്ത് ചെയ്യുക? ഈ ടോപ്പിക്ക് വളരെ വ്യക്തമായിട്ടും കറക്റ്റായിട്ടും മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ യൂറിൻ ഫോർമേഷനൊക്കെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കുറച്ച് ഈ കിഡ്നിയുമായി ബന്ധപ്പെട്ട കുറച്ച് രോഗങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട് നമുക്ക് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, സോ അതുവരെ ബൈ.